ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്നത്തെ വീഡിയോ ബീട്രൂട്ട് റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ യൂഷ്വലായിട്ട് ഉണ്ടാക്കുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും വീഡിയോ കാണണേ, വീഡിയോ മുഴുവനായിട്ട് കാണണേ. കണ്ടിട്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുകയും ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബീട്രൂട്ട്, 2 ബീട്രൂട്ട് നൈസായിട്ട് അരിഞ്ഞതാണ്. ഇത് സവോള, 2 സവോള ചെറുതായിട്ട് ബീട്രൂട്ട് അരിഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് സവോളയും ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉഴുന്ന്, ഇത് 4 ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലി ചെറുതായിട്ട് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പെപ്പർ പൗഡർ, കറിവേപ്പില, പിന്നെ എഗ്ഗ്, പിന്നെ ഉപ്പും കൂടെ. ഇത്രയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലോട്ട് ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇച്ചിരി കടുകും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ആ സവോളയിലേക്ക് ഒരു കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമ്മുടെ ബീട്രൂട്ട്. സവോള നന്നായിട്ട് വഴങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇതിനെനിക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പം ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കാം, ഉപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മൂടി വെക്കാം. നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഞാൻ നോക്കി ബീട്രൂട്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും ഉണ്ട് ഇതിന്. ഇനിയിപ്പം ഇതിൻ്റെ നടുഭാഗം ഒന്ന് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ആ മുട്ടയുടെ മേലോട്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ ബീട്രൂട്ടിന് അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല ഉപ്പും. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് ഇറക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെയുള്ളൂ. ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു. ഇനി അതങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒന്ന് തുറന്നാൽ മതി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. പിന്നെ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു സോ മച്ച്.